ഒരു റവ കൊണ്ടുണ്ടാക്കി പൊരിച്ച പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുറി തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ചെറിയ ഉള്ളി. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടെടുത്ത് ഉപ്പും വെള്ളം കൂടി മിക്സാക്കി നല്ല തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതിരിക്കാൻ. നന്നായി ഇളക്കിയതിന് ശേഷം പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഇനി ആ ചിരകിയ തേങ്ങ നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒതുക്കി വരാം. ആ ഒതുക്കിയ തേങ്ങ നമ്മൾക്ക് ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കുക. റവയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും യോജിപ്പിച്ച ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാതെ അതിലേക്കൊരു 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ ആയാലും കുഴപ്പമില്ല, ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തത്. ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചതിൻ്റെ ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കുക. പരത്തിയിട്ട് നമുക്കൊരു ഡബ്ബൻ്റെ അടപ്പെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വരാം. ഞാൻ ചെറിയ അടപ്പാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യുക. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കണകായും ടേസ്റ്റാണ്. അരിപ്പൊടി ഇട്ടുണ്ടാക്കും, അരി അരച്ചിട്ടുണ്ടാക്കും. എല്ലാത്തിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോഴാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.